രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ ആര്യങ്കാവിൽ വേല കഴിഞ്ഞു അവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകർന്നേ വരാ ചെല്ലപ്പൂഞ്ചണ്ടൊന്ന് കൂടെ കൊണ്ടും തരാം രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ തീരത്ത് ചായുന്ന നാറും പൂഞ്ചില്ല ഞാനൊന്നുലച്ചു കുമാരി പെയ്യുമ്പോൾ ആരിൽ ആരാമമാകുന്നു രാവിൽ വെള്ളി നിലാവിൽ വെൺപട്ട് ചൂടും ആറ് പൂമണി മാറി കല്ലികൾ കൂടിയ വെള്ളാമ്പൽ പൂവുകൾ പാതി പൂമിഴി നീട്ടുമ്പോൾ നാടൻ കാറ്റിൽ നറുമണം രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ മാനത്തെ മറപ്പിൽ നിന്നും മാണിക്യം കല്ലിട്ടതാര് മാണിക്യം കാണാതെ പാവം മാറാപ്പു താങ്ങുന്നു രാവ് വെള്ളിപ്പൂവാമ്പൽ ചെണ്ടിലിരുന്ന് കാറ്റിലതു പറഞ്ഞാടി കല്ലിപ്പൂത്താരം കാറ്റിലുലഞ്ഞ് ആമ്പലൊന്നലിഞ്ഞാടുമ്പോൾ മൂടിപ്പോയി പരിമളം രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ ആര്യങ്കാവിൽ വേല കഴിഞ്ഞു അവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകർന്നേ വരാ ചെല്ലപ്പൂഞ്ചണ്ടൊന്ന് കൂടെ കൊണ്ടും തരാം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡാൻസ് ചെയ്ത് ഞാൻ കുഴഞ്ഞു. അയ്യോ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടാ ഏതെങ്കിലും ഇൻട്രഡക്ഷൻ ഇതുപോലെ ഞാൻ വേർത്തൊലിക്കുന്ന പക്ഷെ എനിക്കൊക്കെ തോന്നുന്നത് എന്താണെന്നറിയോ ഒരു സ്കൂളിലെ പ്രിൻസിപ്പള് ആദ്യമായിട്ട് നമുക്ക് എക്സ്കർഷന് പോകാനുള്ള പെർമിഷൻ തന്നിരിക്കുക. ഇല്ലാത്തതുകൊണ്ട് സർവ്വ പ്രിൻസിപ്പളും പോയി. പിള്ളേരെല്ലാം അലമ്പുന്നു. അതെ സൂപ്പർ സീനിയേഴ്സ്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാക്കും. കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ സൗന്ദര്യം കൂടിയിട്ടുണ്ട് സെറ്റിന്. ഇവിടെ ഷവർമയൊക്കെ അല്ലെ ഷവർമയൊക്കെ വിൽക്കുന്നൊരു ഈശ്വര തിരിഞ്ഞെ ഷവർമ കഷ്ടപ്പെട്ട് ഗ്രാഫിക്കിലെ ആള് ചെയ്തിട്ട് ഇനി എന്ത് പറഞ്ഞാലും ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്താൽ പറയുള്ളൂ. പറഞ്ഞത് നമ്മുടെ ഭാഗ്യം. അങ്ങനെയും പറഞ്ഞല്ലോ. സത്യം പറഞ്ഞാൽ ആഷിക്ക് എന്നോട് വിളിച്ച് പറഞ്ഞെന്നറിയോ നിങ്ങൾ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പൊ ആ കുട്ടിയോട് പറയണം ഞാൻ ഇപ്പൊ ഷൂട്ട് കാരണമാണ് അടുത്ത് തന്നെ വരുന്നത്. ഇവിടെ വന്നപ്പോ ആഘോഷിക്കേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല. നാദിക്ക പാട്ട് പാടാൻ പറയുമ്പോ അപ്പൊ ശ്രുതിയെ വിളിക്കും. ആദ്യമൊക്കെ തരുന്ന നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ പാട്ട് പാടാനാണെങ്കിലും നമുക്ക് അറിയില്ലെങ്കിൽ അതിന് കറക്റ്റായിട്ട് പറഞ്ഞു തരും. എല്ലാ കാര്യത്തിലും അല്ലെ സ്കിറ്റിനാണെങ്കിലും ഭയങ്കര വിവരമാണ്. അല്ലെ നിങ്ങൾ ഡയറക്ടർ വിവരം എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് എല്ലാ കാര്യത്തിലും നമുക്കൊരു ഭയങ്കര ഒരു കൈ നോക്കാറുണ്ട്. ഇല്ലട്ടോ പക്ഷെ കൈ അല്ലാണ്ട് പറയാന്ന് പറഞ്ഞു. കൈനോട്ടം മഷിനോട്ടം എല്ലാം അറിയാം. വായ്നോട്ടം ഒക്കെ ഉണ്ട്.
ആഷിക ക്ഷമിച്ചേക്കണേ. എല്ലാം പറഞ്ഞിട്ട് സോറി കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാന്നൊക്കെ. സത്യങ്ങളൊക്കെ പറഞ്ഞു പോവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയ വിശേഷങ്ങൾ കേൾക്കട്ടെ. നിങ്ങളുടെ രണ്ടുപേരുടെ ടീനിച്ചേട്ടന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ടീച്ചറാ? ഇവിടം വരെ സിബുള്ള ഒരു പാന്റ് മേടിച്ചിട്ടുണ്ട്. അതെ, അതാണ് ഏറ്റവും പുതിയ വിശേഷം. അയ്യോ, ശരിക്കും ഇങ്ങനെ സിബ് തുറക്കാൻ പറ്റുന്നതല്ലേ? ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുമോ? വേണ്ട വേണ്ട ജിനി, ആവശ്യമില്ലാത്തൊന്നും ചോദിക്കല്ലേ എന്റെ കൊച്ചേ. ഇതൂടെ വേണം ഞാൻ അഴിച്ചു തരാം. വേണ്ട വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചതായിരുന്നു. അല്ല, ഈ കോസ്റ്റ്യൂം ചെയ്തു തന്നാരെന്നറിയോ? ഇല്ല, ലാലേട്ടന്റെ പേഴ്സണൽ കോസ്റ്റ്യൂം അത് അന്നും പുള്ളിക്കാരൻ തന്നെയല്ല. ജിഷാദ് ഷംസുദ്ദീൻ പുള്ളിയാണ് ഗവൺമെന്റ് ആണ് എപ്പോഴും ചെയ്യുന്നത്. പുറകിൽ കണ്ട ഞാൻ വിചാരിച്ചു സിബ് വന്നു. ഇനിട്ടോ ആവശ്യമുള്ള സ്ഥലത്തൊന്നും സിബുമില്ല, ആവശ്യം വേണ്ടാത്ത സ്ഥലത്തൊക്കെ സിബ് നയിച്ചു തരും പുള്ളി. അടിപൊളി, കൊള്ളാം. ഈ കൊച്ചിന്റെ പുതിയ കാര്യം. ട്രെൻഡ്, അതായത് ഏതൊരു ഇതിൽ നോക്കിക്കഴിഞ്ഞാലും ടിനിചാൻ ഇപ്പോഴും ട്രെൻഡ് സെറ്റർ തന്നെയാണ്. ഇതിനെ മാറിയിട്ടില്ല. മുണ്ട് പുതിയത്, അതൊക്കെ എന്നാ ട്രെൻഡ്. മുണ്ട് പുതിയത്, ജീൻസ്, ഡ്രസ്, സൺഗ്ലാസ് എല്ലാം പുതിയതാ. പിന്നെ എന്താണ് പുതിയത്? മാത്രം പഴയത്. എന്ത് ഐറ്റം? സ്റ്റേജിൽ ഐറ്റം അല്ലെങ്കിൽ പഴയതെല്ലാം. അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് ഇനി എല്ലാവർക്കും കൂടെ മുന്നോട്ടേക്ക് ഒരുമിച്ച് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും തമാശകളും ഒക്കെ ആയിട്ട് പോവാം. പുതിയ ഫോർമാറ്റിലാണ്, അതെന്താണ് ഏതാന്നുള്ളതൊക്കെ അറിയാം. ഷാജോൻ പറഞ്ഞ പോലെ തന്നെയാണ്, പുതിയ ഫോർമാറ്റിൽ പഴയ 2 പീസുകൾ. പോട്ടെ, മതിയില്ല ഇന്നത്തേക്ക് പോലെ. ഇന്നത്തേക്കുള്ളതെല്ലാം correct ആക്കി കിട്ടിയിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. എന്തായാലും ഇത്ര അടിച്ചു പൊളിച്ചല്ലേ, നമുക്കൊക്കെ ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് തിരിച്ച് അടിപൊളിയായിട്ട് വരാം.